വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ. അപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഉറക്കം എഴുന്നേറ്റ് വന്നതല്ല കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. ഇല്ലു ഉറങ്ങിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇല്ലു ഒന്ന് നേരെ ആയിരുന്നാൽ മാത്രം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അല്ലാത്ത പക്ഷം ഞാനിതൊന്നും നോക്കാറില്ല. ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഞാനിപ്പോൾ ഒരു 2 months ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതുവരെ യൂസ് ചെയ്തതിൽ ഫേവറേറ്റ്സിൽ ഒന്നാണ് സിമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊരു എമൗണ്ട് മതി. ഇത് തന്നെ കുറച്ചധികം ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നമ്മുടെ എന്താ പറയുക, ഈ പച്ചമരുന്നൊക്കെ നമ്മൾ തലയിൽ തേക്കാൻ താളിയൊക്കെ നമ്മൾ അരക്കത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. പക്ഷേ ഇത് നല്ലതാണ്, ഇതിന് പാരബൻ ഫ്രീ ആണ്. ഒരുപാട് റിവ്യൂസ് കുറേ തപ്പി വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഞാനത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവലിട്ട്, ഇതുപോലൊരു ടവലാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സാധാ തോർത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പണ്ടത്തെ നമ്മുടെ തലയിൽ കിട്ടുന്നത് തോർത്തൊക്കെ തന്നെയായിരുന്നു. മേ ബി അങ്ങനെ താരൻ്റെ ഇഷ്യൂസും അങ്ങനെ ഒരുപാടായതിന് ശേഷമാണ് ഞാനും മാറ്റി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ട്രീറ്റ് ചെയ്താലും എത്ര നമ്മൾ ഇത് കെയർ ചെയ്താലും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ പിന്നെയും പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും. ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനത്തെ ടവൽ എടുക്കുക. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലൂട്ടിന് എണ്ണിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേട്ട് അവൻ എണ്ണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ. ഐ തിങ്ക് ഒരു 1 year ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്മിറ്റിനി പോയിട്ട് ഇതിൻ്റെ ഒരു ട്രയൽ പോയിന് ഇതിന് കിട്ടും. അപ്പോൾ നമുക്ക് യൂസ് ആക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വലിയ ബോട്ടിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം പ്ലമ്മിൻ്റെ ഗ്രീൻ ടീയുടെ ടോണറാണ് ഞാൻ യൂസ് ചെയ്തത്. ഐ തിങ്ക് ഇത് ഭയങ്കര നല്ല സ്മെല്ലാണ്. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെർഫ്യൂം സ്മെല്ലെന്നല്ല, പക്ഷെ നല്ല സ്മെല്ലാണ്. നമുക്കൊരു ഒരു റിഫ്രഷ് തരുന്നൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം ഈ നമ്മുടെ ഇത് ടോണർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഗാർണിയറിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ വിറ്റാമിൻ സി സിറം ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 month ആയി. 1 month ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിട്ടൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ പെർഫ്യൂം അടിക്കില്ലേ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മാതിരി സ്മെല്ലാണ്. എനിക്കപ്പോൾ എന്തോ പെർഫ്യൂം യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. ആ ഒരു കാര്യം ഒഴിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം കൊണ്ട് ഇത് ഓക്കെയാണ് കേട്ടോ. നല്ലൊരു ഒത്തിരി അങ്ങ് ഹാർഡ് കൺസിസ്റ്റൻസി അല്ല, നമ്മുടെ ഒരു വാട്ടറും കുറച്ചും കൂടി ഇതായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അങ്ങ് ബ്ലാ തോന്നാറില്ല. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസറാണ്. എൻ്റെ ഫേവറേറ്റ് എന്നല്ല, ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നമ്മുടെ ജെൽ കൺസിസ്റ്റൻസിയാണ്, ക്രീം കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് സ്റ്റിക്കി ടൈപ്പ്. ഇത് നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി ഫുൾ അഡിക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഹൈലറോണിക് ആസിഡ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്രീം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഗ്ലോ തരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ബ്ലാക്ക് മാസ്ക് ഒക്കെ കുറച്ചൊക്കെ ഫെയ്ഡ് ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇതിനെപ്പറ്റി. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നമുക്ക് വന്നിട്ട് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. ഓൺലൈനിൽ തന്നെ വാങ്ങിക്കണമെന്നില്ല, നമ്മുടെ അടുത്തുള്ള ഷോപ്പിലായാലും എല്ലാം കിട്ടുന്നതാണ്. ഒരു കോസ്റ്റ്ലി അല്ലെങ്കിൽ ഒരു ഹൈ ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ക്രീം ബേസ് ഉണ്ട് കേട്ടോ. അതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കൊന്ന് ജെൽ ടൈപ്പ് ഓയിലി സ്കിന്നുകാർക്ക് അത്രയ്ക്ക് ആരും പ്രിഫർ ചെയ്ത് കേട്ടിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീനാണ്. പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഞാൻ സൺസ്ക്രീൻ. അല്ലാത്ത പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ദ്രവ്യയുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാനിരിക്കുകയാണ്. കാരണം ഒരു 1 year ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുന്ന ഒരു ലിപ് ബാമാണ്. കൂടുതലും നമ്മളിപ്പം മിക്കവരും എല്ലാവരും ഇപ്പോൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ലിപ്പ് ഡാർക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, എൻ്റെ ഭയങ്കര ബേൺ ചെയ്ത ഒരു ലിപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എവിടെ നിന്നാണ് വാങ്ങിക്കുക എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഉമ്മ.